ഹലോ, എൻ്റെ ഇപ്പോഴത്തെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് അകിട് വീർത്ത പശു, ജേഴ്സി പശു, ഇതൊക്കെയാണ് മെയിൻ എൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത്. അകിട് വീർത്ത പശു ഇതാണ് കൂടുതലും. പിന്നെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടാണോ ഇങ്ങനെ വീർത്ത് കയറ്റിയിട്ട്, പഞ്ഞി കുത്തി കയറ്റിയിട്ടുണ്ടോ മാറിൽ, ഇതൊക്കെയാണ് ഫുൾ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കമൻറ്റ്സ് എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്കിങ്ങനെ കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ ബോദർ ചെയ്യാറില്ല സത്യത്തിൽ. പക്ഷേ സർപ്രൈസിംഗ്ലി ലാസ്റ്റ് ഇപ്പം ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചുരിദാർ ഇട്ടിട്ടുള്ള വളരെ ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ. ഇതിനായിട്ട് യാതൊരു ബന്ധം. അതിൽ വന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നും. അറപ്പ് എന്ന് വെച്ചാൽ അറപ്പ്. പക്ഷേ ഇതിന് തിരിച്ചു പറഞ്ഞിട്ട് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇതിന് തിരിച്ച് നല്ലപോലെ ഉത്തരം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ നല്ലപോലെ ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുടെ കമൻസ് കണ്ട ഞാൻ ഞെട്ടിപ്പോയി. അത് ഫുൾ ഇങ്ങനെയാണ്. ഒരു സെക്ഷലൈസ് ചെയ്യണതിനൊക്കെ ഒരു പരിധി എന്ന് പറയില്ലേ, അങ്ങനത്തെ കമൻസ് ആട്ടോ ഫുൾ വന്നേക്കുന്നത്. അതിൽ ലൈക്ക് ചെയ്തേക്കുന്നത് കുറേ സ്ത്രീകളും ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ കമൻസിനൊക്കെ. ഇവർക്കൊന്നും മുഖമില്ല, ഒക്കെ ഫേക്ക് IDs എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനും ഇത് ബോധർ ചെയ്യണം. കാരണം നമുക്ക് വഴി പോകുന്ന എല്ലാ കുരക്കുന്ന പട്ടികളെയും കല്ലിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. പക്ഷെ ഇത് എന്താ പറയുക, ഇത് കുരക്കുന്ന പട്ടികളല്ല, ഇത് പട്ടികളാണ്. പട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ അടിച്ചു കൊല്ലുന്ന വരും അല്ലേ. അതുമാത്രമല്ല, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ കിടക്കയിൽ ഇപ്പോഴും മുള്ളുന്ന ആൾക്കാർക്കല്ല. ഈ കിടക്കയിൽ ഇപ്പോഴും മുള്ളിക്കൊണ്ടിരിക്കുന്ന പൊടിമീശ പോലും മുളയ്ക്കാത്ത പാൽക്കുപ്പി പയ്യന്മാരോടല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി അതല്ല, ഇത് പയ്യന്മാർ മാത്രമല്ല പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അല്ല, നിങ്ങൾക്കുള്ള വീഡിയോ അല്ല, സോറി. ഇത് നിങ്ങളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കുള്ള വീഡിയോ ആണ്. ഇനിയുള്ള എന്നെപ്പോലെ പുതിയ തലമുറ അമ്മമാർക്കും അച്ഛന്മാർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. കാരണം നിന്നോടൊന്നും പറഞ്ഞിട്ട് ഞാൻ നന്നാക്കാനുള്ളതൊന്നല്ല നീ എന്ന് പറയുന്നത്. നിന്നെ നന്നാക്കേണ്ട കടമൊന്നും എനിക്കില്ല. നീ വന്ന് കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നോളൂ. പക്ഷേ ഇനി വരുന്ന നമ്മൾ ഇപ്പം എൻ്റെ പോലെ ന്യൂജൻ മോംസും ഡാഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളെ മക്കളെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവൾമാരും ഒക്കെ വലുതായി ഇതുപോലെ ഓരോരുത്തരെ കമൻറ്റ് ബോക്സിൽ കയറി നിരങ്ങ മാത്രമല്ല, ഓരോരുത്തരെ കുടുംബങ്ങൾ വരെ ഇല്ലാതാക്കും. കാരണം ഓരോ സ്ത്രീനെ വെറും സെക്ഷലൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ നല്ലവനായ മക്കൾമാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരു കുഞ്ഞ് അത് വലുതാവാനൊന്നും കാത്തിരിക്കേണ്ട, ഒരു കുഞ്ഞിന് ബുദ്ധി വെച്ച കാലം തൊട്ടിട്ടേ പറഞ്ഞു കൊടുക്കണം ഒരു സ്ത്രീയുടെ മഹത്വം എന്താണെന്നുള്ളത്. അച്ഛൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരന്മാരൊക്കെ ഇവളൊക്കെ എങ്ങനെയാണ് വളർത്തിയത്, എങ്ങനെയാണ് ഈ 9 മാസം, നമ്മൾ 10 മാസം ചുമന്നതിൻ്റെ കണക്ക് പറയില്ല, അതൊരിക്കലും കണക്കല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഈ 10 മാസം എന്ന് പറയുന്നത് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഓരോ അമ്മമാരിയ്ക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഗർഭം എന്ന് പറയുന്നത്. ഛർദി, ക്ഷീണം, എത്ര വട്ടം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, നിരന്തരമായിട്ടുള്ള ബാത്റൂമിൽ പോവല്, ഒരു കൊതിയുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എന്തോരം സഹിച്ചിട്ടാണ് ഓരോ അമ്മമാർ ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ഈ സുഖപ്രസവം എന്ന് പറയുന്നത് ഒരിക്കലും സുഖമായിട്ടുള്ള അങ്ങനെ ഒരു പ്രസവമേ ഇല്ല. സുഖപ്രസവം എന്ന് പറയുന്നത് എന്ത് വേദന ഡിഫൈൻ ചെയ്യാൻ പോലും അറിയാത്തൊരു വേദനയാണ് ഈ പ്രസവ വേദന എന്ന് പറയുന്നത്. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഈ പ്രസവ വേദന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു അമ്മക്കും അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാറിയില്ല, പറ്റില്ല അതെങ്ങനെയാണെന്ന്. അങ്ങനെ സഹിച്ച് ഇനി ഓരോ കോംപ്ലിക്കേഷൻസ്, സിസേറിയൻ, എന്ത് തരം പ്രസവം ആയിക്കോട്ടെ, ഓരോ അമ്മമാരും അങ്ങനെ കടന്നുപോയി. അപ്പോഴും കഴിഞ്ഞോ? ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. പിന്നെ ഈ അമ്മമാരുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെ ഈ പരുന്ത് റാഞ്ചി കൊണ്ടുപോകാണ്ടിരിക്കാൻ ഇങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കില്ല, അതുപോലെയാണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചേക്കുന്നത്.
ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം അത് എൻ്റെ മാറിടം അല്ലേ, ഇതാണ് ഓരോരുത്തർ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ത്രീകളുടെ ശരീരത്തിൽ ഏറ്റവും മാറ്റം വരുന്ന ഭാഗം ഇത് തന്നെയാണ്. ഇതെനിക്കിങ്ങനെ കാണിക്കാൻ പോലും മടിയില്ല. ഇതെങ്ങനെ മാറ്റം വരുന്നത്? നമ്മളൊക്കെ ശരിയാണ്, ഇവർ പറയുന്ന പോലെ ഈ പാലും നിറച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതിൽ ഒരു ചെക്കൻ മിൽക്ക് അവനിക്ക് കൊടുക്കോ, പാല് കൊടുക്കോ എന്നൊക്കെ വരെയുള്ള കമൻസ് ഉണ്ട്. ഈ പാല് നമ്മൾ ചുമന്ന് നടക്കുന്നത്, ഈ പാലെങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടണേന്നറിയോ നിങ്ങൾക്ക്? ഇത് കാണുമ്പോൾ നല്ല രസമുള്ള ഓരോ അമ്മമാരുടെ രക്തത്തിൽ നിന്ന് എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻസും എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ഇതെല്ലാം വലിച്ചെടുത്തിട്ടാണ് ഒരു പാല് കുഞ്ഞ് കുടിക്കുന്നത്. നമ്മുടെ രക്തത്തിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടോ അതൊക്കെ കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്ന അമ്മ. രക്തത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നീയൊക്കെ ഇത് കുടിച്ചാണ് വളർന്നത്. നിൻ്റെയൊക്കെ സംസാരം കേട്ട നീനൊക്കെ എന്തോ സെപ്റ്റി ടാങ്കിൽ പ്രസവിച്ചിട്ട പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഇതിലും വൃത്തികേട്, ഇതിലും മോശമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മക്കും അച്ഛനക്കും വരെ വിളിക്കാൻ അറിയാഞ്ഞിട്ടും അല്ല. പക്ഷെ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഒന്നും അറിയാത്ത അമ്മനെയും അച്ഛനൊക്കെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദയവേത് നിങ്ങളിങ്ങൊരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ വളർത്തുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ ഒരു എന്താ പറയുക, തമാശയാണെങ്കിൽ തമാശയായിട്ട് കാണണ്ട. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തണം. ഓരോ സ്ത്രീകളുടെ ബോഡി അനാട്ടമിയും എല്ലാം പറഞ്ഞ് വളർത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഇവന്മാർക്ക് സ്ത്രീകളെ കാണുമ്പോൾ കഴപ്പ് പിടിച്ച കണ്ണിലൂടെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. അവർക്ക് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കഴപ്പ് തീർക്കാനുള്ളൊരു സാധനം മാത്രമായിട്ട് മാറും. അങ്ങനെ ആവരുത്. അപ്പോൾ പറയും ഒരു ഷോൾ ഇട്ടിട്ട് ഇരുന്ന് സംസാരിച്ചൂടെ എന്നുള്ളത്. ഞാൻ ഷോൾ ഇട്ട് സംസാരിച്ചോളാം. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെപ്പോഴും ഷോൾ ഇട്ടിട്ടാണോ നടക്കുക? ഇവന്മാരൊക്കെ ഇങ്ങനെ വേറൊരു പെണ്ണിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അവൻ്റെ അമ്മനെയും പെങ്ങളെ അവനെ ഏത് കണ്ണിലൂടെ നോക്കും? നിങ്ങളൊക്കെ എപ്പോഴും ഇവന്മാരൊക്കെ പേടിച്ച് നിങ്ങൾ ഷോൾ ഇട്ടിട്ടാണോ നടക്കുക? ഇനി ഓക്കെ, നിങ്ങൾ ഷോൾ ഇട്ട് നടന്ന് നിങ്ങളുടെ ഷോളൊന്ന് മാറാൻ കാത്തിരിക്കുന്നവരായിരിക്കും ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ. നിങ്ങളുടെ ഷോളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കുന്നവരാവും നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി എത്ര ന്യൂസ് കാണുന്നുണ്ട്. ഒരു വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എടുത്തു കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവർ ഇതുപോലത്തവന്മാരാ. അവർക്ക് ഡ്രസ്സൊന്നുമില്ല, അവർക്ക് ഡ്രസ്സാവണ്ട, പെണ്ണായാൽ മതി. അതുകൊണ്ട് വളർത്തുമ്പോൾ നല്ല രീതിക്ക് പറഞ്ഞു കൊടുത്ത് വളർത്താം. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വളർന്നു ബാക്കിയുള്ളവർക്ക് ആ ശല്യം ഉണ്ടായിരിക്കാം. ബാക്കിയുള്ളവർ പേടിച്ച് ഇവന്മാരെ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കേണ്ടി വരും. ശരിയാ, സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യണം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്കത് ഡീൽ ചെയ്താൽ മതി. പക്ഷേ ഇവന്മാരൊക്കെ നാളെ നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ എന്ത് ചെയ്യും? അപ്പോഴും ഇത് പറയുമോ? നാളെ നിങ്ങളെ വീട്ടിലൊരാളോട് ഇതുപോലെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളപ്പം എന്ത് പറയും? ശരിക്കും ഈ ഒരു സമൂഹത്തിൽ എനിക്ക് ജീവിക്കാനല്ല പേടി, പക്ഷെ എൻ്റെ കുട്ടീനായിട്ട് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്ന എനിക്ക് പേടി. എനിക്ക് വളർന്നു വരുന്നൊരു പെൺകുട്ടിയുണ്ട്, ഇന്നത്തെ ആൾക്കാരുടെ ചുറ്റിനും എങ്ങനെ ജീവിക്കുന്ന എനിക്ക് പേടി. അതുകൊണ്ട് എനിക്ക് ഇവരോടല്ല, ഈ പാരൻസിനോടാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ചൂരലൂടെ നല്ല അടി പടച്ചിട്ട് വളർത്തിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ ജന്തുക്കളെ. ഓക്കെ, എമ്മാതിരി ഇത് എന്തെത്ര കൗതുകം. അതിൽ ഒരു പെണ്ണിൻ്റെ കമൻറ്റ്, ഒരൊറ്റ സ്ത്രീ മാത്രമാണ് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അതും ഫാമിലി പിക്ചറിൽ ആ സ്ത്രീയുടെ കുട്ടി ഭർത്താവ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അതാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. ഇവർ പറയുന്നതൊക്കെ മോശം തന്നെയാണ്, എന്നാലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഒരു ഷോളെങ്കിലും ഇട്ട് വന്ന് സംസാരിച്ച പോലെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത്. ഞാൻ ഷോളൊക്കെ ഇട്ടുന്ന സംസാരിക്കുക. നാളെ നിങ്ങൾ ഷോളും ഇട്ട് എന്ത് രീതിക്കും നിങ്ങൾ ഇറങ്ങിക്കോ. ഇവന്മാർ നിങ്ങളെ കയറി ഇത് പറയുമ്പോൾ തൊടുമ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണം. ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിപ്പോഴേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വളർന്നു വരണ നിങ്ങളുടെ മക്കൾ, എൻ്റെ ഉമ്മ വരെ ഇതിന് സപ്പോർട്ടാണ്, അപ്പോൾ പിന്നെ എന്തിന് എന്നുള്ളത് തോന്നും. നിങ്ങളുടെ വീട്ടിൽ ആർക്കും
അങ്ങനെ കേൾക്കേണ്ടി വരാതിരിക്കട്ടെ. പിന്നെ ബോഡി ഷേമിങ്, ഇത് എന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു അമ്മമാർക്കും പ്രസവേദന അനുഭവിച്ച്, ഇനി പ്രസവേദന അനുഭവിക്കണ്ട, ഇനി അമ്മമാരാവണ്ട, ഒരു കുഞ്ഞിനും ജന്മം കൊടുക്കാത്ത സ്ത്രീകൾ പോലെ ആയിക്കോട്ടെ, ഒരു സ്ത്രീ ആകുമ്പോൾ പലതും കടന്ന് വന്ന് പലതും അനുഭവിച്ച് പല ത്യാഗങ്ങളും സഹിച്ച് ഒക്കെ വന്നവരൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് ഇമ്മാതിരി കമൻസ് ഒന്നും ഏശത്തില്ല, നിങ്ങളുടെ ഇമാതിരി കമൻസ് ഒന്നും ഏശില്ല. നിങ്ങൾക്ക് അവിടെ കിടന്ന് കുരയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കിടന്ന് ഉപദ്രവിക്കാൻ, ഇതേ പറ്റുള്ളൂ. മീശ മുളച്ചോണ്ടും താടി മുളച്ചോണ്ടും ഒരു നല്ല ആണാവത്തില്ല. നല്ല ആണാവുന്നെങ്കിൽ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം പഠിക്കേണ്ടത് തുല്യരായിട്ട് ബഹുമാനിക്കുക എന്നുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും എന്നുള്ളത്. സോ സ്ത്രീകളെ മാത്രമല്ല നിങ്ങൾ പുരുഷന്മാരെയും ബഹുമാനിക്കുക, സ്ത്രീകളെയും ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളെയും ബഹുമാനിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. നിങ്ങൾ ഈ കമൻ്റ് ഇട്ടവരൊന്നും എൻ്റെ പരിസരത്ത് പോലും വരല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ കഴുകൻ കണ്ട മുന്നിൽ നിന്ന് എല്ലാ സ്ത്രീകളെയും ദൈവം രക്ഷപ്പെടുത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഇതിവിടെ സ്ത്രീകളുടെ ഡ്രസ്സിങ് അല്ല പ്രശ്നം, ഇവിടെ സ്ത്രീകളുടെ ഒന്നുമല്ല, രാത്രി നടത്തല്ല പ്രശ്നം, ഒന്നുമല്ല പ്രശ്നം. ഇവരുടെ എന്താ പറയുക, ഞാൻ പറയുന്നില്ല, കമൻസിൽ കൂടെ നിങ്ങൾ പറഞ്ഞു എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്. സോ ഓക്കെ, ബൈ.